പാലക്കാട്ടേക്ക് തന്നെ മുട്ടിക്കുളങ്ങര വള്ളിക്കോട് ജംഗ്ഷനിൽ ബൈക്ക് അപകടമുണ്ടായിട്ടുണ്ട്. ആക്സിലേറ്റർ ജാം ആയതിനെ തുടർന്ന് ബൈക്കിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു. സമീപത്തുണ്ടായിരുന്ന യുവതി അത്ഭുതകരമായിട്ടാണ് രക്ഷപ്പെട്ടത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം. ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും. ഇക്ബാലെ, ഇത് ആക്സിലേറ്റർ ജാമായി എന്ന് പറയുമ്പോൾ ആ ബൈക്ക് ഓടിച്ച ആൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. അയാൾ നിസ്സഹായനാണ്. വലിയൊരു അപകടം അമിത വേഗതയിൽ വന്ന് ഇടിച്ചു കയറുകയാണ്. ആ സ്ത്രീയും അവിടെ മറ്റൊരാൾ നിൽപ്പുണ്ടായിരുന്നു. അവർ രണ്ടുപേരും രണ്ട് വശത്തേക്ക് മാറിയതുകൊണ്ട് ഭാഗ്യം കൊണ്ട് അവർ രക്ഷപ്പെട്ടു. ഈ ബൈക്ക് ഓടിച്ചിരുന്ന ആൾക്ക് കാര്യമായ പരിക്ക് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? ഇത് ഇന്നുണ്ടായ സംഭവമാണോ? ഷിഹാസ്, പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ ഇന്നലെയാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. മുട്ടിക്കുളങ്ങര വള്ളിക്കോട് ജംഗ്ഷനിൽ വെച്ച് ഈ വള്ളിക്കോട് സ്വദേശിയായിട്ടുള്ള കൃഷ്ണൻ സഞ്ചരിച്ച ഇരുചക്ര വാഹനം അപകടത്തിൽപ്പെടുകയായിരുന്നു. ഈ വള്ളിക്കോട് മേഖലയിൽ നിന്നും കൃഷ്ണൻ ഈ ഇരുചക്ര വാഹനത്തിൽ വരുന്നതിനിടയിൽ ദേശീയപാത എത്തുന്നതിന് മുമ്പ് ഈ വാഹനത്തിന്റെ ആക്സിലേറ്ററിന്റെ കേബിൾ തകരാറിലാവുകയും ഈ വാഹനം പെട്ടെന്ന് തന്നെ അമിത വേഗതയിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഒരുപാട് വാഹനങ്ങളുണ്ട്, പക്ഷെ അതിലൊന്നും ഇടിക്കാതെ ഈ വാഹനം നേരെ ഈ ദേശീയപാത കുറുകെ കടന്ന് മറ്റൊരു കടയുടെ മുന്നിലേക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. ആ കടയുടെ മുന്നിലുണ്ടായിരുന്ന ആ ഷീറ്റിന്റെ കമ്പിയിലേക്കാണ് നേരെ കൃഷ്ണൻ പോയി ഇടിക്കുന്നത്. കൃഷ്ണനെ അവിടെ വെച്ച് തന്നെ പരിക്കേൽക്കുന്നു. അവിടെ രണ്ടാളുകൾ വാഹനം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു സ്ത്രീ ഉൾപ്പെടെയാണ് കാത്തിരുന്നത്. ഇവർ തലനാരിഴക്കാണ് രക്ഷപ്പെട്ടത്. ഏതായാലും ദേശീയപാതയിൽ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടയിലാണ് പെട്ടെന്ന് കൃഷ്ണൻ സഞ്ചരിച്ച വാഹനത്തിന്റെ ഈ ആക്സിലേറ്റർ കേബിളിന് തകരാറ് സംഭവിക്കുകയും വാഹനം അമിത വേഗതയിൽ ഈ ദേശീയപാത കടന്ന് പെട്ടെന്ന് ഇതിന്റെ എതിർവശത്തുണ്ടായിരുന്ന ഒരു കടയിൽ ചെന്ന് ഇടിക്കുന്നത്. ഏതായാലും അപകടത്തിൽ കൃഷ്ണന് പരിക്കേറ്റിരുന്നു. പക്ഷേ ഈ പരിക്ക് ഗുരുതരമുള്ളതല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ശരി, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.